വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ ഏഴു വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞു കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കട്ടെ. പൂർണ്ണ മനസ്സോടെ ആരാധിക്കട്ടെ. സർവശക്തിയോടെ ആരാധിക്കട്ടെ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കോ മക്കളെ. യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിന്റെ സമയമാണ്, രക്ഷയുടെ സമയമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങളെ നീട്ടിപ്പിടിച്ച് രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കുവാൻ സാധിക്കാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. അവിടുത്തെ ശക്തി പൊട്ടിപ്പുറപ്പെടുന്നു. അവനെ നോക്കിയോ പ്രകാശിതനായി. ഇത് കർത്താവിന്റെ സമയമാണ്, രക്ഷയുടെ സമയമാണ്. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കാൻ വരുന്ന അനുഗ്രഹീതമായ സമയമാണ്. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഓ എന്റെ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ കർത്താവിനെ ആരാധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അബ്രാഹത്തെ പോലെ ആരാധിച്ച്, ഇസഹാക്കിനെ പോലെ ആരാധിച്ച്, പ്രവാചകന്മാരെ പോലെ ആരാധിച്ച്, പരിശുദ്ധമ്മയെ പോലെ ആരാധിച്ച്, സ്ലീഹന്മാരെ പോലെ ആരാധിച്ച്, വിശുദ്ധാത്മാക്കളെ പോലെ ആരാധിച്ച്, രക്തസാക്ഷികളെ പോലെ ആരാധിച്ച്, കരങ്ങൾ കൂപ്പി ആരാധിച്ച്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം തിരുസഭ സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ സുദിനമാണ്. ഈ ധീര രക്തസാക്ഷികളുടെ മേലാണ് തിരുസഭ പടുതുയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ വലിയ പ്രാധാന്യമുള്ള തിരുനാളാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ. അപ്പോസ്തല പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ പൗലോസ് സ്ലീഹായുടെ ലേഖനങ്ങളും വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. എപ്പോഴെല്ലാം സ്ലീഹന്മാർ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം സഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹനങ്ങളില്ലാതെ വിശ്വാസ ജീവിതമില്ല. ഈ കാലഘട്ടത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് സഹനങ്ങളിൽ നിന്ന് ഓടി അകലാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ തിരിച്ചറിഞ്ഞു, വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കെല്ലാം സഹനങ്ങൾ
ഊർജമായിരുന്നു, സഹനങ്ങൾ ശക്തിയായിരുന്നു. എങ്കിൽ നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവൻ ജ്വലിക്കട്ടെ. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റു. ഈ കാലം എത്രയും കർത്താവിൻ്റെ വചനം കേട്ടു, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണോ, കർത്താവിന് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ അവർ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഈ കാലഘട്ടത്തിൽ സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരും പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് ആദിമ ക്രൈസ്തവ സമൂഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാം തിരുവചനം പറയുന്നു, അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവർ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് വചനം പറയുകയാണ്. നമ്മൾ ഓർക്കുക, അപമാനങ്ങളും വേദനകളും നമുക്ക് വരുമ്പോൾ ഇനി എന്നെ കൊണ്ട് ഈ ജീവിതം പറ്റില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ അവർ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ പുറത്തു പോയി എന്ന് വചനം പറയുകയാണ്. വീണ്ടും പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തെ തള്ളിപ്പറയുകയാണോ ചെയ്തു എന്ന് നമുക്ക് വചനത്തിലൂടെ കേൾക്കാൻ സാധിക്കും. ഇവിടെ നാം കാണുകയാണ്, പൗലോസ്ലീഹ തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായം 22-ാം തിരുവചനം, വിശ്വാസം നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്, എന്നും പാൽപ്പായസമാണ്, ബിരിയാണിയാണ് എന്നല്ല പറഞ്ഞു കൊടുത്ത പൗലോസ്ലീഹ ഏതൊക്കെ വ്യക്തികളാണോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് അവന്റെ ജീവിതത്തിലേക്ക് നിരവധി പീഡനങ്ങൾ കടന്നു വരുമെന്ന് വചനം വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനങ്ങളിൽ കാണുകയാണ്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. സ്ലീഹന്മാരുടെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ സഹനങ്ങളിൽ പ്രത്യാശയില്ലാത്തവരല്ല, മറിച്ച് സഹനങ്ങളിൽ ദൈവത്തിന്റെ കരം കണ്ടവരാണ് അപ്പോസ്തലന്മാർ. വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പൗലോസ്ലീഹ AD 64 റോമിൽ വെച്ച് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തസാക്ഷിയായി മരിക്കുകയാണ് ചെയ്തത്. പീറ്റർ ദ റിഡംഷൻ ആ മൂവിയുടെ അകത്ത് കാണാൻ സാധിക്കും. പത്രോസ്ലീഹായെ തടവറയിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഈ തടവറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിനെ എന്തിനു വേണ്ടിയിട്ടാണ് നീറോ ചക്രവർത്തി തടവറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് റോമിൽ അഗ്നിബാധയുണ്ടായിട്ടുണ്ട്. ഈ അഗ്നിബാധയ്ക്ക് കാരണക്കാരൻ ആരാണ്? പത്രോസും ക്രിസ്ത്യാനികളുമാണ് എന്ന് പത്രോസിന്റെ അധരത്തിൽ നിന്ന് വരണം, അത് കേൾക്കണം. അതിനുവേണ്ടി പത്രോസിനെ എത്രമാത്രം പീഡിപ്പിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം നീറോയും സംഘവും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവനെ കൊല്ലാൻ നോക്കുന്നില്ല, മറിച്ച് എത്രമാത്രം പീഡിപ്പിക്കാൻ കഴിയുന്നുവോ അത്രമാത്രം പത്രോസിനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് തടവറയിൽ. ഇവിടെ പത്രോസ്ലീഹ യേശു ക്രിസ്തുവിനെ തള്ളി പറയുന്നില്ല. ഇവിടെ പത്രോസ്ലീഹ ഒരിക്കലും തൻ്റെ വിശ്വാസത്തെ തള്ളി പറയുന്നില്ല. അവിടെ ഈ പത്രോസിന്റെ രോദനം കണ്ടിട്ട്, പത്രോസിന്റെ സഹനങ്ങൾ കണ്ടുകൊണ്ട് രാജ്ഞിക്ക് അനുകമ്പ തോന്നി അവിടേക്ക് ഒരു വ്യക്തിയെ പരിചരിക്കുവാനായി വിടുന്നുണ്ട്. ഈ പരിചാരിയായ സ്ത്രീ പത്രോസ്ലീഹായുടെ രഹസ്യ ശിഷ്യയാണ്. പത്രോസ്ലീഹായുടെ ഈ തടവറയ്ക്ക് ചുറ്റും പട്ടാളക്കാരെ നിർത്തിയിട്ടുണ്ട്. തടവറയിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുമ്പോഴും പത്രോസ്ലീഹായ്ക്ക് തൻ്റെ അധരത്തിൽ നിന്ന് വരാനുള്ള ഒറ്റ കാര്യം മാത്രമേയുള്ളൂ, കർത്താവ് ഈശോമിശിഹാ. യേശു 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 എന്ന് മാത്രമേ പത്രോസ്ലീഹായ്ക്ക് തൻ്റെ അധരത്തിൽ നിന്ന് വരാനുള്ളൂ. നമ്മളും ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികളാ, എന്നാൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും അധരത്തിൽ നിന്ന്
യേശു ക്രിസ്തു വരുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ പാളിച്ച വന്നു പോയിട്ടുണ്ട്. 4 പേര് കൂടുന്ന സ്ഥലത്ത് എൻ്റെ കർത്താവിനെ എനിക്ക് ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എവിടെയോ പാളിച്ച വന്നു പോയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിനെ ശക്തമായി പ്രഘോഷിക്കാൻ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എവിടെയോ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പാളിച്ച വന്നു പോയിട്ടുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, എൻ്റെ ഓഫീസായിക്കൊള്ളട്ടെ, എൻ്റെ ബിസിനസ് സംരംഭങ്ങളായിക്കൊള്ളട്ടെ, എൻ്റെ വിശ്വാസം എൻ്റെ യേശുവിനെ എനിക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എവിടെയോ പാളിച്ച വന്നു പോയിട്ടുണ്ട്. ഇവിടെ കാണുകയാണ് പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും തങ്ങൾ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കർത്താവ് യേശു മിശിഹായെ ഏറ്റുപറയുകയാണ്. പത്രോസ് ശ്ലീഹായെ തലകീഴായി കുരിശിൽ കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നീറോ ചക്രവർത്തി അങ്ങനെയുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ശ്ലീഹായ്ക്ക് നീറോ ചക്രവർത്തിയോട് ചോദിക്കാൻ ഒറ്റ കാര്യം മാത്രമേയുള്ളൂ, എനിക്ക് ഒരു ഫേവർ ചെയ്തു തരാമോ? എന്താണ് പത്രോസ് ശ്ലീഹ ആവശ്യപ്പെട്ട ഫേവർ? എൻ്റെ ഗുരുവിനെയുണ്ടല്ലോ കുരിശിൽ ഇതാ കൊന്നിരിക്കുക, എൻ്റെ ഗുരുവിനെ ആ കുരിശിൽ തറച്ചു കൊന്നിരിക്കുക. എൻ്റെ ഗുരു കിടന്നതുപോലെ എനിക്ക് കുരിശിൽ കിടക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് കുരിശിൽ തലകീഴായി എന്നെ കൊല്ലാവോ എന്ന്. എൻ്റെ ഗുരു കിടന്നതുപോലെ എനിക്ക് കിടക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് കുരിശിൽ എന്നെ തലകീഴായി ഒന്ന് ക്രൂശിക്കാവോ എന്ന്. ഇതാണ് ചോദിച്ചത്. കാരണമുണ്ട്, പത്രോസ് ശ്ലീഹായുടെ ചങ്കിനുള്ളിൽ എപ്പോഴും ഒരു നൊമ്പരമുണ്ട്. 3 പ്രാവശ്യം വേലക്കാരി പെണ്ണിന്റെ മുമ്പിൽ എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറഞ്ഞതാ, എന്നാൽ ഈ പ്രാവശ്യം എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറയില്ല. പത്രോസിന്റെ കൈകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. അവനെ കൊലക്കളത്തിലേക്ക് വലിച്ചു കൊണ്ട് പോകുമ്പോൾ അവൻ ആകാശം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ. ഈ സമയം ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഒരിക്കലും എൻ്റെ ഗുരുവിനെ ഞാൻ തള്ളി പറയുകയില്ല എന്ന്. പത്രോസ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പത്രോസ് ശ്ലീഹ തന്റെ മരണത്തിന് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരീക്ഷിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാവുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചതെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായതിൽ സന്തോഷിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇതാണ് പത്രോസ് ശ്ലീഹായ്ക്ക് പറയാനുള്ളത്. തൻ്റെ ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിൽ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ ഒരിക്കലും തള്ളി പറയുകയില്ല. പത്രോസ് അവിടെ വിജയിക്കുകയാണ്. തൻ്റെ ഗുരുവിനെ കുരിശിൽ തൂക്കിക്കൊന്നുവെങ്കിൽ അതുപോലെ തന്നെ പത്രോസ് ശ്ലീഹായെ കുരിശിൽ തലകീഴായി കൊന്നുകളയുകയാണ്. പത്രോസ് ശ്ലീഹ തിരുസഭയിൽ ഒരു രക്തസാക്ഷിയായി മാറുന്നു. വീണ്ടും പൗലോസ് ശ്ലീഹായുടെ ജീവിതം ഒന്ന് നോക്കി. തൻ്റെ ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ, ചോരയും നീരുമുള്ള പ്രായത്തിൽ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. പൗലോസ് ശ്ലീഹായുടെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. പൗലോസ് ശ്ലീഹ ഒരു റോമൻ പൗരനായിരുന്നു. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ്. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ. എന്നാൽ ഈ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൽ കാണുകയാണ്, നല്ല ദൈവികമായ അറിവ് അവന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ കാണുന്ന ഗമാലിയന്റെ പാദങ്ങളിൽ ഇരുന്ന് നിയമത്തിന്റെ നിഷ്കൃഷ്ടമായ ശിക്ഷണം അവൻ ലഭിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുക, അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ എന്ന് പറയുമ്പോൾ ഓരോ ക്രൈസ്തവരും തിരിച്ചറിയേണ്ടതാ. ഇവൻ കേൾക്കുകയാണ്, തൻ്റെ ജീവിതത്തിന്റെ 30കളിൽ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണെന്നും ഈ ലോകത്തിൽ 30 വർഷക്കാലം ജീവിച്ചുവെന്നും അതുപോലെ തന്നെ ക്രൂശിതനായി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുവെന്നും അവനെ കുറിച്ച് പറയുന്നു. അവൻ ഗലീലയിൽ പ്രത്യക്ഷപ്പെട്ടു, അവൻ ജെറുസലേമിൽ പ്രത്യക്ഷപ്പെട്ടു, അവൻ സമറിയയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അവന്റെ ശിഷ്യന്മാര് പറയുന്നു. ഒരിക്കലും
തൻ്റെ മതത്തിൻ്റെ അകത്ത് ഒരു ഭിന്നത ഉണ്ടാക്കുവാൻ പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നില്ല. പൗലോസ്ലീഹ എന്താ ചെയ്തേ? അനേകം പേര് ഈ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പോയിരിക്കുന്നു. അനേകം പേര് അവന്റെ ശിഷ്യനാവാൻ വേണ്ടി യഹൂദരിൽ നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുക. ഈ സമയത്ത് പൗലോസ്ലീഹയുണ്ടല്ലോ തൻ്റെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് പൗലോസ്ലീഹ ഒരു ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുക. നമ്മൾ വചനത്തിൽ കാണുന്നു, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ പൗലോസ്ലീഹായ്ക്കുണ്ടാവുന്ന ദൈവാനുഭവം. സാവോൾ സാവോൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന് ഈ പൗലോസിനോട് യേശു ചോദിക്കുമ്പോൾ പൗലോസ് പറയുന്നു, കർത്താവേ, ഇനിയുള്ള എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയാ. ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന പൗലോസ്ലീഹ, ക്രിസ്തുവിനെ മുഖാമുഖം ദർശിച്ച പൗലോസ്ലീഹ പിന്നീടുള്ള 3 വർഷക്കാലം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കാം, അറേബ്യയിലേക്ക് പോയി എന്ന്. അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീനായ് മലയാണ്. മോശ ദൈവത്തെ മുഖാമുഖം ദർശിച്ച സ്ഥലം. അവിടെയുണ്ടല്ലോ 3 വർഷക്കാലം പൗലോസ്ലീഹ ദൈവത്തെ മുഖാമുഖം ദർശിച്ച് തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. പൗലോസ്ലീഹ തീഷ്ണതയുള്ളവനായിരുന്നു. കൊരിന്തോസിൽ കർത്താവിന് വേണ്ടി സഭയെ പണിതു. ഫിലിപ്പിയിലും ഗലേഷ്യയിലും എല്ലാം ക്രിസ്തുവിന് വേണ്ടി സഭയെ പണിതു. സഭയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ അവൻ എഴുതി സഭയെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തിയ വ്യക്തിയാണ്. അവസാനം നാം കണ്ടുമുട്ടുകയാണ്, പൗലോസ്ലീഹ റോമിലേക്ക് വരുന്നു. AD 57-ലാണ് റോമിലേക്ക് വരുന്നത്. അവിടെ 2 വർഷക്കാലം അവിടെ വീട്ടു തടങ്കൽ പൗലോസ്ലീഹ കിടക്കപ്പെടുകയാണ്. ഈ സമയത്ത് പൗലോസിന്റെ ഒരു കയ്യിൽ ചങ്ങല കിടക്കുന്നുണ്ട്, മറ്റേ കൈ പട്ടാളക്കാരന്റെ കയ്യിലാ. എന്നാലും ഈ പൗലോസ്ലീഹയുണ്ടല്ലോ തനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പ്രസംഗിച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. തൻ്റെ കൈകളിൽ ചങ്ങലകൾ കടന്നപ്പോഴും ആ ചങ്ങലകൾ കൊണ്ട് ജനത്തെ പൗലോസ്ലീഹ ആശീർവദിച്ചു. AD 60-ൽ റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയാൽ തല വെട്ടപ്പെട്ട് പൗലോസ്ലീഹായും രക്തസാക്ഷിയായി മാറി. ജീവിതത്തിന്റെ നല്ല കാലം 30-ന്റെ ആരംഭത്തിൽ പൗലോസ്ലീഹ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. 40 വർഷക്കാലം കർത്താവിന് വേണ്ടി അദ്ദേഹം പണിയെടുത്തു. അവസാനം അവന് കിട്ടിയത് എന്താ? രക്തസാക്ഷിത്വമാ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. സ്ലീഹന്മാരായ വിശുദ്ധ പൗലോസിലും വിശുദ്ധ പത്രോസിലും നിറഞ്ഞ ആ ദൈവ സ്നേഹത്തിന്റെ തീഷ്ണത നമ്മിലും വന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം തിരുവചനം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? ഓ എൻ്റെ കർത്താവേ, ഈ സ്ലീഹന്മാർ തങ്ങളുടെ ജീവിതത്തിൽ യേശു മാത്രമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞു. യേശു മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം. അവരുടെ ഹൃദയത്തിൽ യേശു മാത്രമായിരുന്നു. ഓ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും താളം തെറ്റിപ്പോയിരിക്കുന്നതിന്റെ കാരണം യേശുവിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകൾ നീങ്ങിയത് കൊണ്ടും ഹൃദയത്തിൽ നിന്ന് യേശു ഇല്ലാതായി പോയത് കൊണ്ടുമാണല്ലോ. ഈ ആരാധന വേളയിൽ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. 2 കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവിൽ നിന്ന് ഒരു കൃപ നമ്മിലേക്ക് അവിടെ ഒടുകട്ടെ. ദിവ്യകാരണത്തിലേക്ക് കരങ്ങൾ നീട്ടി യേശുവേ എന്ന് വിളിച്ചേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ ദൈവീക ശക്തി നമ്മിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, യേശുവേ. എല്ലാവരും ചേർന്നുകൊണ്ട് സഹനത്തിൻ പാതയിൽ വിശ്വാസമോടെ മുന്നേറാൻ ഞങ്ങളെ പ്രാപ്തരാക്കൂ. 2 കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം, എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഓ എൻ്റെ കർത്താവേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതത്തിൽ യേശു മാത്രമായിരുന്നു അവിടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. യേശു മാത്രമായിരുന്നു അവിടെ ജീവിതത്തിലെ ഏക നേട്ടം. ഓ എൻ്റെ കർത്താവേ,
യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനുള്ള കൃപ തരണമേ. യേശു ഞങ്ങളുടെ ജീവിതത്തിന്റെ ലാഭമായി തീരട്ടെ. യേശു ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിധിയായി തീരട്ടെ. രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് സ്ലീഹന്മാരിലേക്ക് നിറഞ്ഞ ദൈവിക ശക്തി, പത്രോസിലും പൗലോസിലും നിറഞ്ഞ ദൈവിക ശക്തി നമ്മിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സഹനത്തിൻ പാതയിൽ വിശ്വാസമോടെ മുന്നേറാൻ ഞങ്ങളെ പ്രാപ്തരാക്കൂ. എല്ലാവരും ചേർന്നുകൊണ്ട് സഹനത്തിൻ പാതയിൽ വിശ്വാസമോടെ മുന്നേറാൻ ഞങ്ങളെ പ്രാപ്തരാക്കൂ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ഭൗതികമായത് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നു, എന്നാൽ നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓ എന്റെ കർത്താവേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസും പൗലോസും അവിടെ എല്ലാം ജീവിതങ്ങളിൽ നിറഞ്ഞു എന്നത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, വരാനിരിക്കുന്ന ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഓ എന്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ ലോകത്തിന്റെ നേട്ടങ്ങളിൽ ഞങ്ങളുടെ കണ്ണുടക്കാതെ, ഈ ലോകത്തിന്റെ സമ്പത്തിൽ ഞങ്ങളെ കണ്ണുടക്കാതെ, ഭൗതികമായ കാര്യങ്ങളിൽ ഞങ്ങളെ കണ്ണുടക്കാതെ, ഹൃദയം വെക്കാതെ യേശുവിൽ ഞങ്ങളെ ഹൃദയം വെക്കുവാൻ, ഞങ്ങളെ ലക്ഷ്യം വെക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ. ഓ എന്റെ കർത്താവേ, ഈ സ്ലീഹന്മാരുടെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധാത്മാക്കൾ നിറഞ്ഞു നിന്ന ദൈവിക ചൈതന്യം ഞങ്ങളിലേക്കും അവിടുന്ന് വ്യാപരിക്കട്ടെ. സഭയെ പടുത്തുയർത്തുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. പരിശുദ്ധ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ പടുത്തുയർത്താൻ വേണ്ടി അക്ഷീണം യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന സകല മിഷൻ പ്രവർത്തനങ്ങളെയും മിഷണറിമാരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ പൗലോസിലും വിശുദ്ധ പത്രോസിലും നിറഞ്ഞു എന്ന ദൈവിക ചൈതന്യം തീക്ഷണത ഞങ്ങൾ നിറയട്ടെ. രണ്ട് കരകളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുക. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സകല വ്യക്തികളിലേക്ക് പ്രേക്ഷിത ചൈതന്യം നിറയട്ടെ. സഹനങ്ങളിൽ വിശ്വാസം കൈവിടാതെ ജീവിക്കാനുള്ള കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പുത്തൻ അഭിഷേകം, പത്രോസ് നിറഞ്ഞ അഭിഷേകം, പൗലോസ് നിറഞ്ഞ അഭിഷേകം ഈ കാലഘട്ടത്തിൽ നിന്നിൽ വന്ന് നിറയട്ടെ. വിളിച്ചുണരട്ടെ യേശുവേ, വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം ചൊല്ലണമേ കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അഭിഷേകം ചൊല്ലണമേ കർത്താവേ. വലിയ കൃപ ഞങ്ങളിലേക്ക് സ്ത്രീമാരുണ്ടായ അഭിഷേകം ഞങ്ങൾ ഈ നിമിഷം ആയിരിക്കുന്ന ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ അഭിഷേകം ചൊല്ലണമേ കർത്താവേ. നിന്റെ കൃപ ചൊല്ലണമേ യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.